വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഡൽഹിയിലെ CJP സമരത്തിന് ചരിത്ര ജയം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. സമരം തുടങ്ങി 35-ാം ദിവസമാണ് രാജി. മൂന്നാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് തൊട്ടു മുൻപാണ് പ്രധാനമന്ത്രിക്ക് രാജിക്കത്ത് അയച്ചത്. കഴിഞ്ഞ 10 ദിവസത്തെ സംഭവങ്ങൾ വേദനിപ്പിച്ചുവെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ ഭാവി നിയമക്കുരുക്കിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നും രാജിക്കത്തിൽ പരാമർശമുണ്ട്. ये उन सभी बच्चों के लिए जिनकी जिंदगी धर्मेंद्र प्रधान ने लिए थे। प्रदीप मेघवाल, ऋतिक मिश्रा, सिद्धार्थ हेगड़े, भाग्यश्री, अंशिका पांडे, उमेश माली, रेणु मीणा, रिया कुमारी थापा, शिवानी यादव, अनु गिरना, ताहान पटेल, आकांक्षा चतुर्वेदी, रीमा बेगम, मैथिली अशोक सोनवणे, अवंतिका मौर्य, जतिन कुमार, गोपिका, शेख सना, वेत्यानंदम, ये वो बच्चे हैं जिनको आज न्याय मिला है। देखिए, धर्मेंद्र प्रधान का इस्तीफा तो हो गया है, और ये इस्तीफा गवाह इस बात का, अगर आप लोग डरेंगे नहीं, अगर आप लोग इस सरकार के सामने झुकेंगे नहीं, तो अच्छे के इस्तीफे ले सकते हैं हम। तो डरना नहीं है, डरना नहीं है, डेमोक्रेसी है। अगर डेमोक्रेसी में बोलने से डर लगने लगे तो कैसी डेमोक्रेसी है? डरना नहीं है, अगर अपनी आवाज उठाओगे तभी ये लोग लाइन में रहेंगे, और इन्हें लाइन में रखना जरूरी है, इन्हें लाइन में रखना जरूरी है, क्योंकि ये जो आज खुद को बादशाह समझ बैठे हैं ना, ये हमारी वजह से बैठे हुए हैं। और इस्तीफा हो गया है, लेकिन हमारी दो और मांगे, ऐसे ही नहीं जाएंगे। नीचे उतरो, ऐसे नहीं जाएंगे। कॉकरोच है, एक बार घुसता है तो निकलता नहीं है कॉकरोच। ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്ക് പിന്നാലെ CJP പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ മറ്റാവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഇതോടെ ജന്തർ മന്ദറിലെ സമരം CJP അവസാനിപ്പിച്ചു. പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാൻ ആഹ്വാനം നൽകി. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, അക്ഷരാർത്ഥത്തിൽ ഡൽഹിയെ 35 ദിവസം സ്തംഭിപ്പിച്ച ഒരു സമരമെന്ന് വിശേഷിപ്പിക്കാം. കോൺഗ്രസിന്റെ ഇടപെടൽ സമരത്തിന് കരുത്ത് നൽകി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർക്കാർ വഴങ്ങിയതിന് പിന്നിൽ എന്താണ്? രഞ്ജിത്ത്, ഏറ്റവും ഒടുവിൽ രാജി ഒഴിവാക്കിക്കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒഴിവാക്കിക്കൊണ്ടൊരു നീക്കം നടത്താൻ BJP ശ്രമിച്ചെങ്കിലും അത് അവസാന നിമിഷത്തിൽ മറ്റ് ഗത്യന്തരമില്ലാതെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ ഇത് താൻ രാജിവെക്കുന്നുവെന്ന് ട്വിറ്ററിലൂടെ പ്രഖ്യാപിക്കുകയും രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് നേരത്തെ അയക്കുകയും ചെയ്തു. രാജിക്കത്തിൽ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കുന്നു. താൻ ഇത് ആദ്യ ദിവസം തന്നെ ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവിയുമായി കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിലവിലെ സാഹചര്യങ്ങൾ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് രാജിവെക്കുന്നത്. രാജ്യവിരുദ്ധ ശക്തികൾ ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താതിരിക്കാൻ കൂടി വേണ്ടിയുള്ള ഒരു നീക്കം എന്ന നിലയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ രാജിയെ വിശേഷിപ്പിക്കുന്നത്. തൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല ഇവിടെ പ്രധാനം, രാജ്യം എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ തന്നെ രാജിവെക്കുന്നത് എന്ന് അദ്ദേഹം ഈ കത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് ഒരു വലിയ രാഷ്ട്രീയ വിജയം എന്ന തരത്തിൽ തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ കാണുന്നത്. അഭിജിത് ദീപ്കെ, ഇത് ജനാധിപത്യമാണ്, ഇവിടെ ഇത്തരത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ആളുകൾക്കുണ്ട്, ഭയപ്പെടേണ്ടതില്ല നമ്മൾ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ എല്ലാ
നിബന്ധനകളും അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി സമരം അവസാനിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നു. ആളുകൾ സമരത്തിലെത്തിയവർ സമാധാനമായി പിരിഞ്ഞു പോകണം എന്ന് അവർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ JP നദ്ദയുമായി ചേർന്നുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ സമരം പിൻവലിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇനി എല്ലാവരും സമാധാനത്തോടെ പിരിഞ്ഞു പോകണം, സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ അവർ സമയബന്ധിതമായി നടപ്പിലാക്കും എന്ന ഉത്തമ വിശ്വാസത്തോടെ ആണ് തങ്ങൾ പിരിഞ്ഞു പോകുന്നത് എന്നും അവർ കൂട്ടായ ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ഇനി ഒരു മാസത്തിന് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടാകും. പരീക്ഷാ പരിഷ്കരണങ്ങളെ സംബന്ധിച്ച് ചില നിബന്ധനകളുണ്ട്, അതെല്ലാം കൃത്യമായി നടപ്പിലാക്കി എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഒരു മാസത്തിന് ശേഷം അടുത്ത റൗണ്ട് ചർച്ചകൾ നടത്തും. ഈ ആദ്യം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മൂന്നാം റൗണ്ട് ചർച്ചകൾക്കായി JP നദ്ദയും അതുപോലെ സർക്കാർ പ്രതിനിധികളും എത്തിയത്. അതിൽ ആണ് മറ്റു കാര്യങ്ങൾ ധാരണയായത്. ഒടുവിൽ കൂട്ടായി സമരം പിരിച്ചുവിടുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ CJP നേതൃത്വം എടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തങ്ങളുടെ ഒരു അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഒന്നും തീവ്ര സ്വഭാവമുള്ളതായിരുന്നില്ല എന്ന് അശുതോഷ് റാങ്കെ പറയുന്നു. അതെല്ലാം സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളായിരുന്നു, അതെല്ലാം ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നവർ വ്യക്തമാക്കുന്നു. സോനം വാങ്ചുക്കും തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇതിൽ ഈ സമരത്തിന് പിന്തുണ നൽകിയ എല്ലാവരെയും അദ്ദേഹം നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ആളുകളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തങ്ങൾ ഇനി സമാധാനപരമായി വീട്ടിലേക്ക് പോകേണ്ടത് എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ദേശീയ വക്താവ് അശുതോഷ് റാങ്ക വ്യക്തമാക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ആകട്ടെ ഇനിയും രണ്ട് ആവശ്യങ്ങൾ കൂടി ഉണ്ട്, അതുകൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കണം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അതിൽ ഒന്ന്, പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണം എന്നതാണ്. മറ്റൊന്ന്, ഈ വിദ്യാർത്ഥികളെ അടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ അതിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുമ്പോഴും തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു എന്ന ഒരു നിലപാടാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഉള്ളത്. കേന്ദ്ര സർക്കാർ ഈ നീറ്റ് പരീക്ഷയെ ചോദ്യപേപ്പർ ചോർന്നതിന് ശേഷം അതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ FIRകൾ പിൻവലിക്കണമെന്നൊരാവശ്യം അവർ ഉന്നയിച്ചിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് നേരെ എടുത്തിട്ടുള്ള കേസുകൾ അതെല്ലാം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ഡൽഹിയിലെ മാത്രമല്ല BJPയും അതുപോലെ അനുബന്ധ സർക്കാരുകളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇത്തരം കേസുകൾ മുഴുവൻ പിൻവലിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഏതാണ്ട് 20ഓളം കേസുകൾ ഡൽഹിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റ് കേസുകളെല്ലാം പിൻവലിക്കുകയും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടുത്ത ചൊവ്വാഴ്ചയോടുകൂടി നൽകുകയും ചെയ്യും എന്നാണ് അവർ കേന്ദ്ര സർക്കാർ അവരെ അറിയിച്ചിട്ടുള്ളത്. അത് വലിയ ആത്മാർത്ഥതയോടുകൂടി അതിനൊരു ശ്രമമുണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നതായും പറയുന്നു. ഏതായാലും ഇത് ഒരു ജനാധിപത്യത്തിൽ ആളുകൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു രീതി കാണാൻ കഴിഞ്ഞു എന്ന് അത് എല്ലായ്പ്പോഴും ഒഴിവാക്കാൻ കഴിയില്ല. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതെന്ന് ശശി തരൂർ MP വ്യക്തമാക്കുന്നു. മനു ഭാരത് വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും രാജ്യത്തെ യുവാക്കളുടെ വിജയമെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. വിദ്യാർത്ഥി യുവജന ക്ഷേമത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വയനാട് കള്ളാടി സന്ദർശിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അനിവാര്യമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിടിച്ചു നിൽക്കാൻ ഒരു വഴിയുമില്ലെന്ന നിലയിലെത്തിയപ്പോഴാണ് വൈകിയെങ്കിലും രാജി ഉണ്ടായത്. പോരാട്ടവും ആത്മധൈര്യവും ഉയർത്തിയ ഇന്ത്യൻ യുവത്വത്തിന് ബിഗ് സല്യൂട്ട്. ഇത്രയും ദിവസം കുട്ടികളെ തെരുവിലിട്ട് തല്ലിയൊതുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ശേഷം വന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സ്വാഗതം ചെയ്യുന്നു എന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.